സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത്. നമുക്ക് ആദ്യം വയനാട്ടിലേക്കാണ് പോകുന്നത്. കനത്ത മഴ തുടരുന്ന വയനാട്ടിൽ ദേശീയപാത 766 വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിലും മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നൂൽപ്പുഴ പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രി OR കേളു ഇന്ന് വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. വിവരങ്ങൾ നൽകാൻ അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഗുഡ് മോർണിംഗ്. അനൂപിനൊപ്പം മന്ത്രി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അനൂപ്? ചോദിക്കാം. അതെ, വയനാട്ടിൽ മഴയുടെ ഒരു സാഹചര്യം പൊതുവിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി OR കേളു വയനാട്ടിലെത്തി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയാണെന്ന്. പ്രധാനമായും നൂൽപ്പുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന മാറോട് എന്ന സ്ഥലത്തെ രാജു എന്ന മധ്യവയസ്കൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ആ സ്ഥലത്തേക്ക് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെയും മന്ത്രി സന്ദർശിക്കും. അതോടൊപ്പം ജില്ലയിലെ കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള പൊതുകാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കൂടിയാണ് അദ്ദേഹം വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും മറ്റും ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. മഴയുടെ ഒരു പൊതുവിൽ സാഹചര്യം നൂൽപ്പുഴ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഗോത്രവർഗ മേഖലകൾ ഉൾപ്പെടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പൊതു കാലവർഷക്കെടുതി ഏകോപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഇടപെടലുകൾ? അതിപ്പോൾ വയനാട്ടിൽ 3 ദിവസമായിട്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷവും മഴ കനക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് ഇപ്പോൾ 4 ക്യാമ്പുകൾ ആരംഭിച്ചത്. 4 ക്യാമ്പുകളിലായി ഏകദേശം 48ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മാനന്തവാടി താലൂക്കിൽ മഴ ഇതേ രീതിയിൽ തന്നെ കണക്കുകയാണെങ്കിൽ ഒട്ടനവധി കുടുംബങ്ങളെ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. വൈത്തിരിയും സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. പൊതുവേ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അവിടെ ഉരുൾപൊട്ടി റോഡെല്ലാം ബ്ലോക്കായിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകാനുള്ള പ്രയാസം ഇപ്പോൾ നേരിടുന്നുണ്ട്. അതേസമയത്ത് ഇപ്പോൾ വൈത്തിരിയും ഈ പറഞ്ഞ പോലെ മഴ കണക്കാണെങ്കിൽ അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ട് വരും. പക്ഷേ കോഴിക്കോട് ചുരത്തിലേക്ക് ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ അന്ന് രാത്രി ആ വഴിയാണ് വന്നിട്ടുള്ളത്. ഇതാണൊരു പൊതുസ്ഥിതി ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമുണ്ടായിട്ടുള്ള ആ കാലവർഷത്തിൽ ഉണ്ടായ രീതിയിലുള്ള ഒരു സമാനമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ മഴ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് യോഗങ്ങൾ വിളിക്കാനും ആവശ്യമായുള്ള നിർദ്ദേശം കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ രാജു ഒരു ദിവസം മുമ്പ് ആനയെ വെട്ടി അപകടമുണ്ടാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിലെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനെ കാണാനും അവർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭ്യമാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനും ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ദിവസം അതിനും കാണുന്നു. അദ്ദേഹത്തിന് ചികിത്സാ സഹായം നേരത്തെ വനവകുപ്പ് വഹിക്കാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കൂടുതൽ മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെ? അതെ, ഇപ്പം ഒരു പട്ടികവർഗ കുടുംബമാണ്. അപ്പോൾ ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പം ഇങ്ങനെ ആനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വേഗത്തിലാക്കണം. മറ്റൊന്ന് അവരുടെ മരണാനന്തര ചടങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആശ്വാസ നടപടി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കണം. പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങളും അവരുടെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൂടി ഇന്നത്തെ യോഗത്തിലും ചർച്ചയിലും തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലവർഷത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് സുദേവൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് ഒരു ദിവസം കൊണ്ട് ഇന്നലെ മരണപ്പെടുകയുണ്ടായി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം, ആ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഇന്ന് ഏതായാലും ഈ രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അനിഷ്ട ശ്രമങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിന് ശേഷം കളക്ടറുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട ദുരിതാശ്വാസ നടപടികൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കേണ്ടത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കും. അതെ അതെ. മന്ത്രി ഓർ കേളു പറഞ്ഞത് മാറോട് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പരിക്കേറ്റ് ചികിത്സയിലിരുന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ഈ മരണത്തിന് ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ വീട് മന്ത്രി സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം വൈദ്യുതി ഏറ്റുമരിച്ച ഒരു ആദിവാസി യുവാവുണ്ട്. കാലവർഷക്കെടുതിയിലാണ് ആ മരണവും. അതിലും ഉചിതമായിട്ടുള്ളൊരു നടപടി ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അക്കാര്യങ്ങൾ കുടുംബത്തെ കണ്ട് അദ്ദേഹം വിശദീകരിക്കും. അതോടൊപ്പം കാലവർഷക്കെടുതികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് കൂടിയാണ് അദ്ദേഹം വയനാട്ടിൽ ഏതായാലും എത്തിയത്. വയനാട്ടിലെ വിവിധ സ്ഥലങ്ങൾ അദ്ദേഹം അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ കൂടി അദ്ദേഹം ഇടപെടും. ഏതായാലും ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കാനും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാനും ഏതെല്ലാം മേഖലകളിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നുള്ള കാര്യമെല്ലാം ഇന്ന് തീരുമാനമുണ്ടാകും. അക്കാര്യത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ മുൽപ്പുഴ പഞ്ചായത്തിലെ വിവിധ കാലവർഷക്കെടുതി മൂലം നാശം നേരിട്ട കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലകളിലേക്ക് അദ്ദേഹം പോവുകയാണ്. അനൂപ്, അതോടൊപ്പം തന്നെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ എന്തായാലും വയനാടിനൊരു മന്ത്രി ഉള്ളത് കൊണ്ട് തന്നെ മന്ത്രി ആ നിലയിൽ തന്നെ ആ ജില്ലയിലെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നുമുണ്ട്. അനൂപ്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൽപ്പറ്റ ബൈപ്പാസിൽ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായി, ഗതാഗതം സ്തംഭിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് നേരെയാക്കിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ? എന്താണ്? കൽപ്പറ്റ ബൈപ്പാസിലെ സാഹചര്യം ഈ കൈനാട്ടി ജംഗ്ഷൻ, അത് കൽപ്പറ്റ നഗരം പിന്നിട്ട് കൈനാട്ടി ജംഗ്ഷൻ കൽപ്പറ്റ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് മൈലാടിപ്പാറ എന്ന ഒരു മലപ്രദേശത്തു നിന്ന് വെള്ളം ഇരച്ചെത്തി റോഡിലേക്ക് കരകവിഞ്ഞൊഴുകിയതാണ്. അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. അത് പ്രധാനമായും ഈ വെള്ളം കൂടുതൽ എത്തിയത് കൊണ്ട് ആ റോഡിൻ്റെ അരികിലുള്ള മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ഗതാഗതം സ്തംഭിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വെള്ളം വരുന്നത് കൂടുതൽ ശക്തിയായി അർജിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരല്പം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് കല്ലും മണ്ണും എല്ലാം ഈ മലമുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് എത്തുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഇവിടെ ഒരു ഇത്തരത്തിൽ മലമുകളിൽ നിന്ന് വെള്ളം റോഡ് സൈഡിലൂടെ ഒലിച്ചു പോകുന്ന സ്ഥലമാണ് നേരത്തെ തന്നെ. അത് ഇപ്പോൾ ഈ റോഡിലേക്ക് കൂടുതൽ എത്തി എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഏതായാലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഏതായാലും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ദേശീയപാത 766 മുത്തങ്ങ തകരപ്പാടി ഭാഗത്ത് അതെല്ലാ കാലവും വർഷക്കാലത്ത് നൂൽപ്പുഴ കരകവിഞ്ഞ് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാറുണ്ട്. അത് ഇത്തവണ ആവർത്തിച്ചു. അവിടെയും ഗതാഗതം ഏതാണ്ട് തടസ്സപ്പെടുന്നൊരു സ്ഥിതിയാണുള്ളത്. കൂടുതൽ വെള്ളം ദേശീയപാതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇതേ സാഹചര്യം തന്നെ തലപ്പുഴയിലും പാൽച്ചുരത്തിലും എല്ലാം ഉണ്ട്. വയനാട്ടിൽ പൊതുവിൽ ഈ വിധത്തിൽ കാലവർഷവും ശക്തിയാർജിച്ചത് മൂലമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. വീട് മുകളിലേക്ക് മരം വീണും വൈദ്യുത പോസ്റ്റുകൾ തകർന്നുമെല്ലാമുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നൂൽപ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആളപായമോ പരിക്കോ മറ്റോ ഇല്ലെങ്കിലും ഇത്തരത്തിൽ കാലവർഷക്കെടുതി വർദ്ധിക്കുന്നൊരു സാഹചര്യം വയനാട്ടിൽ ഏതായാലും ഉണ്ടാവുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കാലവർഷക്കെടുതികൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും സ്ഥിതിഗതികൾ വിലയിരുത്താനും എല്ലാം ഇന്ന് തന്നെ ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ വയനാട്ടിൽ യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ഏതായാലും അത് അല്പസമയത്തിനകം വിളിക്കുന്ന നേരത്തെ മന്ത്രി ഓർക്കളി തന്നെ നമ്മോട് വിശദീകരിച്ചത്. ഇത്തരത്തിൽ ഈ വെള്ളം കയറിയും എല്ലാമുള്ള ഗതാഗത തടസ്സം ഗ്രാമീണ പാതകളിൽ ഉൾപ്പെടെ ആ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഏതായാലും ശക്തിയായ മഴ തന്നെ പെയ്യുന്നു. ഇന്നലെ രാത്രിയെല്ലാം ശക്തമായ മഴയായിരുന്നു. ഇന്ന് രാവിലെയും ആ രീതിയിൽ ശക്തമായ മഴ തുടരുകയാണ്. എന്തായാലും വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ മന്ത്രിയും മറ്റും നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.